Hello friends, guten tag and welcome back to GM Academy. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൈനും നിഷ്ഠും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. എല്ലാവർക്കും തന്നെ അറിയായിരിക്കും കൈനും നിഷ്ഠും എന്ന് പറയുന്നത് ഒരു സെന്റൻസിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് ആണ് കൈനും നിഷ്ഠും. പക്ഷെ പലർക്കും ഉള്ള ഒരു സംശയമാണ് ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ കൈൻ യൂസ് ചെയ്യുന്നത്, ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ നിഷ്ഠ് എന്ന് പറയുന്ന നെഗേഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു ഡൗട്ട് ആണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൈൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആർട്ടിക്കിൾ ആണ്. ഓക്കെ, കൈൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആർട്ടിക്കിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു വെർബിന്റെ കൂടെ ഒരു ആർട്ടിക്കിൾ വരില്ല. ഓക്കെ, ഒരു അഡ്ജക്റ്റീവിന്റെ കൂടെ ഒരു ആർട്ടിക്കിൾ വരില്ല. എന്തിന്റെ കൂടെ ഒരു ആർട്ടിക്കിൾ എപ്പോഴും വരുവുള്ളൂ? ഒരു നൗണിന്റെ കൂടെ മാത്രമേ ആർട്ടിക്കിൾ എപ്പോഴും വരുവുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൈനും നിഷ്ഠും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്, ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് കൈൻ എപ്പോഴും ഒരു ആർട്ടിക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ അതെപ്പോഴും ഒരു നൗണിന്റെ കൂടെ മാത്രമേ എന്ത് വരുവുള്ളൂ? കൈൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരുവുള്ളൂ. നിഷ്ഠ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വേർബിന്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിന്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ആഡ്വർബിന്റെ കൂടെയോ ആയിരിക്കും എപ്പോഴും നിഷ്ഠ് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. കൈൻ എപ്പോഴും ഒരു നൗണിന്റെ കൂടെ വരുവുള്ളൂ. നിഷ്ഠ് എന്ന് പറയുന്നത് ഒരു വെർബിന്റെയോ ഒരു ആഡ്വർബിന്റെയോ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിന്റെയോ കൂടെ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യം നമുക്ക് കൈൻ വരുന്നതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഷ് ഹാബ് എ കൈൻ ഗെൽഡ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് നോക്കാം. ഇഷ് ഹാബ് എ കൈൻ ഗെൽഡ്. ഈ സെന്റൻസിന്റെ മീനിങ് എന്താണ്? ഐ ഹാവ് നോ മണി എന്നാണ് ഈ സെന്റൻസിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഐ ഹാവ് നോ മണി. ആ ഒരു സെന്റൻസ് മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്തിനെയാണ് ആ സെന്റൻസിൽ സ്പെസിഫിക്കലി നെഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ സെന്റൻസിൽ എന്തിനെയാണ് സ്പെസിഫിക്കലി നെഗേറ്റ് ചെയ്യുന്നത്? ഐ ഹാവ് നോ മണി എന്നാണ് പറയുന്നത്. സോ അവിടെ മണി എന്ന് പറയുന്ന ഒരു പൈസേനെയാണ് അവിടെ നെഗേറ്റ് ചെയ്യുന്നത്. ഐ ഹാവ് നോ മണി, എന്റെ കയ്യിൽ പൈസ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ഗെൽഡ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ഗെൽഡിനെയാണ് നമ്മൾ നെഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊരു നൗൺ ആണ്. അപ്പൊ അതൊരു നൗൺ ആയതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ എന്താ വന്നത്? കൈൻ എന്ന് പറയുന്ന നെഗറ്റീവ് ആർട്ടിക്കിൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഷാബെ കൈൻ ഗെൽഡ് എന്ന് വന്നത്. അതായത് ഗെൽഡിനെയാണ് അവിടെ നെഗേറ്റ് ചെയ്യുന്നത്. ഗെൽഡ് ഒരു നൗൺ ആണ്. അപ്പൊ ഗെൽഡിന്റെ കൂടെ എന്തേ വരുവുള്ളൂ? കൈനെ വരുവുള്ളൂ. ഓക്കെ, ഇനി നിഷ്ഠിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാനാണെങ്കിൽ ഇഷ് സ്പീലെ നിഷ്ട് ഡേൻ ഫുട്ബോൾ. ഈ ഒരു സെന്റൻസ് നോക്കാം. ഇഷ് സ്പീലെ നിഷ്ട് ഡേൻ ഫുട്ബോൾ. അതായത് മീനിങ് എന്താണ്? ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോ ഈ സെന്റൻസിൽ നോക്കാം എന്തിനെയാണ് നമ്മൾ ആ സെന്റൻസിൽ സ്പെസിഫിക്കലി നെഗേറ്റ് ചെയ്യുന്നത്. നിങ്ങളിത് ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. ഡോണ്ട് പ്ലേ ഫുട്ബോൾ എന്തിനാണ് നെഗേറ്റ് ചെയ്യുന്നത്? ഞാൻ ഫുട്ബോൾ കളിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ. സോ ടു പ്ലേ എന്ന് പറയുന്ന വെർബിനെയാണ് നമ്മൾ ആ സെന്റൻസിൽ എന്ത് ചെയ്യുന്നത്? നെഗേറ്റ് ചെയ്യുന്നത്. സ്പെസിഫിക്കലി നെഗേറ്റ് ചെയ്യുന്നത് ടു പ്ലേ എന്ന് പറയുന്ന വേർബിനെയാണ്. അതായത് സ്പീലൻ എന്ന് പറയുന്ന വേർബിനെയാണ് നമ്മൾ ആ സെന്റൻസിൽ നെഗേറ്റ് ചെയ്യുന്നത്. അപ്പോ നമുക്കറിയാം സ്പീലൻ അതായത് ഒരു വെർബിന്റെ കൂടെ എന്തേ വരുള്ളൂ? എപ്പോഴും നിഷ്ഠ് എന്ന് പറയുന്ന ഒരു നെഗേഷനെ എപ്പോഴും വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ വന്നത്? ഇഷ് സ്പീലെ നിഷ്ട് ഡേൻ ഫുട്ബോൾ. നമുക്കറിയാം ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ സബ്ജക്ട് സെക്കൻഡ് പൊസിഷനിൽ വേർബ് ആണ്. അപ്പൊ വേർബിനെ നമ്മൾ നെഗേറ്റ് ചെയ്തുകൊണ്ട് വേർബ് കഴിഞ്ഞിട്ടായിരിക്കും നിഷ്ഠ് എന്നുള്ളത് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നിഷ്ഠ് വരുന്നതിന്റെ ഒരു എക്സാമ്പിൾ. ഇനി നമുക്ക് ഒരു അഡ്ജക്റ്റീവിനെ നെഗേറ്റ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. എന്താണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സി ഈസ്റ്റ് നിഷ്ട് ഷോൺ. സി ഈസ്റ്റ് നിഷ്ട് ഷോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷീ ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഈ സെന്റൻസിൽ നോക്കാം. ഷീ ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്. ഇവിടെ എന്തിനാണ് നെഗേറ്റ് ചെയ്യുന്നത്? ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവിനെയാണ് നമ്മൾ ആ സെന്റൻസിൽ നെഗേറ്റ് ചെയ്യുന്നത്. ഷീ ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ. അപ്പൊ അഡ്ജക്റ്റീവിനെ നെഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ എന്തേ വരുള്ളൂ? എപ്പോഴും നിഷ്ഠേ വരുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് എങ്ങനെ വന്നു? സി ഈസ്റ്റ് നിഷ്ട് ഷോൺ. ഓക്കെ, സോ ഇതാണ് കൈനും നിഷ്ഠും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സെന്റൻസ് വായിച്ചു നോക്കുക. എന്നിട്ട് അതിൽ എന്തിനെയാണ് നമ്മൾ നെഗേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഒരു സെന്റൻസ് എഴുതാനാണെങ്കിൽ ആ സെന്റൻസ് ജസ്റ്റ് നമ്മൾ പറഞ്ഞു നോക്കാം. എന്തിനെയാണ്? ഒരു വെർബിനെയാണോ ഒരു നൗണിനെയാണോ ഒരു അഡ്ജക്റ്റീവിനെയാണോ നമ്മൾ നെഗേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഒരു നൗണിനെ ആണെങ്കിൽ അതിന്റെ കൂടെ എപ്പോഴും നിഷ്ഠ് വരും. അല്ല അഡ്ജക്റ്റീവോ ആഡ്വേർബോ അല്ലെങ്കിൽ വെർബോ ആണെങ്കിൽ അതിന്റെ കൂടെ എപ്പോഴും എന്തേ വരുള്ളൂ? നിഷ്ഠേ വരുള്ളൂ. ഓക്കെ,
സോ ഈ ഒരു ചെറിയ വീഡിയോയില് നിങ്ങൾക്ക് കൈനും നിഷ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫീൽ ആൻഡ് താങ്ക്.